ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് ലീവാണ്. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് പണികളൊക്കെ തീർത്തു കേട്ടോ. ചോറ് വെക്കലും കറി വെക്കലും മുറ്റടിച്ചെല്ലാം അങ്ങനത്തെ പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് സ്മൂത്തിയും ഒരു ഗ്ലാസ് പാൽ ചായയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ മോള് ഇക്ക വന്നതിന് ശേഷം എഴുന്നേൽക്കുള്ളൂ കേട്ടോ. ഇക്ക രാവിലെ കളിക്കാൻ പോകും. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം അവളെ എഴുന്നേൽക്കുള്ളൂ. അവളെ പല്ല് തേക്കണമെങ്കിൽ ഇക്ക തന്നെ വേണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നു. അപ്പോൾ അവൾ എഴുന്നേറ്റു. അവൾക്ക് ബ്രഷും പേസ്റ്റും കയ്യിലെടുത്ത് കൊടുത്തു. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് തേച്ചോളും. പിന്നെ അവസാനം കഴുകാൻ നേരത്ത് നമ്മൾ പോയാൽ മതി. അപ്പം ഇന്നലെ ഒരു ചക്ക ഇട്ട് വെച്ചിരുന്നു, വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് വെച്ചിരുന്നു. അപ്പം ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാനോട് അത് പൊളിച്ച് തരാൻ പറഞ്ഞപ്പോൾ ഇക്ക അത് പൊളിച്ച് തരികയാണ്. മോളപ്പുറത്തുനിന്ന് പല്ല് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇക്ക അത് പൊളിച്ച് അതിൻ്റെ ചുളയൊക്കെ അടർത്തി തന്നു കേട്ടോ. അപ്പം ഞാനതിരുന്ന് അരിയും ചെയ്തു. അപ്പം അതിൽ മഞ്ഞളും ഉപ്പും തേച്ച് വെച്ചു കേട്ടോ. രാത്രിയാണ് പൊരിക്കുന്നത്. അപ്പം ഇന്നൊരു വീട്ടിൽ കൂടുതലുണ്ട്, അതിനൊക്കെ പോയി വന്നിട്ട് പൊരിക്കാന്ന് വെച്ചിട്ട് ഉപ്പും മഞ്ഞളും തേച്ച് വെച്ച് അതിനുശേഷം ഞാനും മോളും പോയി കുളിച്ചു. ഇക്ക വരുന്നില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയാൽ അപ്പോൾ അവിടെ ഞാൻ ചെറുതായിരുന്നപ്പോൾ വെച്ചൊരു മാവാട്ടോ, ഇതുവരെ കായ്ച്ചിട്ടില്ല അത്. അപ്പം ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. അപ്പം അതിൽ വല്ല പഴുത്ത മാങ്ങ ഉണ്ടോ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ അതിലൊരു കിളിക്കൂട് കണ്ടത് കേട്ടോ. അപ്പോൾ കിളി ഉണ്ടോ നോക്കിയപ്പോൾ കിളിയൊന്നുമില്ല, കൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം പഴുത്ത മാങ്ങ ഉണ്ടോ നോക്കി ഒന്നുമില്ല, എല്ലാം പച്ച മാങ്ങ കേട്ടോ. അപ്പം മൂക്ക് ഇന്നൊരു പഴുത്ത മാങ്ങ കിട്ടിയിരുന്നു, അവളത് കഴിച്ചു. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പഴുത്ത മാങ്ങ ഉണ്ടോ നോക്കിയതാണ്, പക്ഷെ അതിലില്ല, എല്ലാം പച്ച മാങ്ങ കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവരും അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാട്ടോ പോകുന്നത്. വലിയമ്മ ഉള്ളത് കൊണ്ട് ബസ്സിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോ വിളിച്ച് ഓട്ടോറിക്ഷയിലാട്ടോ പോകുന്നത്. പാതിരിപ്പാലത്തെ വീട് ഉമ്മാൻ്റെ ആങ്ങളേൻ്റെ വീട്ടിൽ കൂടലാട്ടോ. അവരൊരു തമിഴ്നാട് പന്തല്ലൂർ സൈഡാണ്. അവരിവിടെ വീടെടുത്തിട്ട് അങ്ങനെ വീട്ടിൽ കൂടലാട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് വീടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ല ഫുഡായിരുന്നു. അവരെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ബിരിയാണി, അതിൻ്റെ ഒപ്പം ബീഫും കേസരിയൊക്കെ ആയിട്ട് നല്ല ഫുഡ്. പിന്നെ അതും കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു കസിൻ സിസ്റ്ററെ വീട് കേട്ടോ. അപ്പം അവരെ വീട്ടിൽ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ച് പോരാൻ നേരത്ത് പെരും മഴയായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചും ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വരുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കണ്ണ് കാണിക്കാൻ പോകണമായിരുന്നു കേട്ടോ ആശുപത്രിയിൽ. അപ്പോൾ കണ്ണ് കാണിക്കാൻ പോയിട്ട് പിന്നെ കണ്ണടയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ കുടിക്കാൻ കയറി കേട്ടോ. അപ്പോൾ മോള് ചിക്കൻ റോളും ഇക്ക ഉള്ളിവടയും ഞാൻ ചിക്കൻ സാൻഡ്വിച്ചും കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചക്കയൊക്കെ വറുത്തു കേട്ടോ. പിന്നെ രാത്രി സിനിമയ്ക്ക് പോയി. തുടരും സിനിമയ്ക്ക് നല്ല അടിപൊളി സിനിമ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ